പിള്ളേരൊക്കെ സ്കൂളിൽ പോകാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പം. അപ്പോൾ പിള്ളേർക്ക് എപ്പോഴും വിശപ്പാണ്, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മമാർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ഓർത്താൽ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ ഇത് നന്നായിട്ട് നല്ല ബലം പ്രയോഗിച്ച് തന്നെ കുഴച്ചെടുക്കണം. ഒരു കൂട്ടം ഇതിലേക്ക് ചേർക്കാൻ മറന്നുപോയി, ഒരു 2 നുള്ള് സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി വെള്ളം ചേർക്കണ്ട. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ പലഹാരം ഒത്തിരി എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചേ ചേർക്കാവുള്ളൂ എന്ന് പ്രത്യേകം പറയണത്. മാവിൻ്റെ മോൾഭാഗം കട്ടിയായി പോവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോൾ 5 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായി കൊത്തി എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള കൊത്തി എരിഞ്ഞതും കൂടെ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു വലിയ തക്കാളി ചെറുതായി നുറുക്കിയതും കൂടെ ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കാം. ഇനിയാണ് ഇതിലേക്ക് ചിക്കൻ ചേർക്കണത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഒരു 200 ഗ്രാം ചിക്കനാണ്. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്കൊക്കെ ശരിക്ക് പിടിക്കണ മാതിരി ഇളക്കണം. അവസാനമായിട്ട് ഒരു പിടി മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ കൂട്ട് റെഡിയായി. മാറ്റി വെച്ച മാവ് ഒന്നും കൂടെ നന്നായി കുഴച്ച് കൊടുത്തിട്ട് 3 തുല്യ ഭാഗങ്ങളായിട്ട് ഉരുട്ടി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 3 തുല്യ ഭാഗങ്ങളായിട്ട് അതും മാറ്റി വയ്ക്കാം. ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഒത്തിരി കട്ടി കുറയരുത്. നമ്മൾ ചപ്പാത്തിയുടെ മാതിരിയല്ല, അതിലും കുറച്ചുകൂടെ കട്ടിക്കാണ് ഇത് പരത്തേണ്ടത്. ഈ ഒരു കട്ടിക്കാണ് നമ്മൾ പരത്തേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് 3ആയിട്ട് ഭാഗിച്ച് വെച്ചതിന് ഒരു കൂട്ടെടുത്ത് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് റോൾ ചെയ്യുമ്പോൾ ഒത്തിരി ബലം പ്രയോഗിച്ച് ചെയ്യരുത്. പയ്യെ ഉരുട്ടി എടുക്കണം. ഇത് ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഫില്ലിങ് ചിക്കൻ അല്ലാതെ പച്ചക്കറി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മൈദയ്ക്ക് പകരം ആട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് മുകളിൽ നിന്ന് മറ്റേ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ 3 റോളും നമുക്ക് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് വെന്തതായതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇത് വേവിക്കേണ്ട കാര്യമില്ല. മൈദ മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു വശം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പലഹാരം പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി വറുത്ത് കോരിയെടുക്കാം.
ചിക്കൻ വെച്ചിട്ടുള്ള നമ്മുടെ പുതിയ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.